ഹായ് എവരിവൺ, എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 23 ദിവസത്തെ വെയ്റ്റ് ലോസ് ചലഞ്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്ന് ഡേ 1. എൻ്റെ വെയ്റ്റ് 65.65 ആണ്. ഡേ 1ലെ വർക്കൗട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു 10 മിനിറ്റ് വാമപ്പ് ചെയ്യാം. വീഡിയോയിൽ കാണുന്ന പോലെ വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വർക്കൗട്ടിലേക്ക് കടക്കാനായിട്ട് ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ വർക്കൗട്ടായിട്ട് നമ്മൾ ചെയ്യരുത്. എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാനൊരു 6 മാസമായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഡെയിലി നമ്മൾ 1 മണിക്കൂർ ഇതിനായിട്ട് മാറ്റി വെക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി വലിയ പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്ന ആളുകളാണ് ആദ്യമായിട്ടൊക്കെയാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ വളരെ സ്ലോ ആയിട്ട് സമയമെടുത്ത് വേണം ഓരോ എക്സസൈസും ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ല വെയിറ്റുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാടിയുള്ള എക്സസൈസൊന്നും നമുക്ക് അധികം ചെയ്യാനായിട്ട് പറ്റില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഡെയിലി ചെയ്യുന്നത് കൊണ്ടിട്ട് എനിക്ക് ജമ്പിങ് ജാക്സൊക്കെ ഒരു 40 എണ്ണമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വളരെ കുറച്ച് എണ്ണം മാത്രം ചെയ്യുക. അതായത് ഫസ്റ്റ് ഡേ, ഇപ്പോൾ നമ്മൾ ഡേ 1 ആണെങ്കിൽ ഒരു 5 എണ്ണം ചെയ്യാം. നെക്സ്റ്റ് ഡേ അത് 8 എണ്ണമാക്കി ചെയ്യാം. അങ്ങനെ 2 എണ്ണം 3 എണ്ണം വീതം ഓരോ ദിവസവും നമ്മൾ കൂട്ടി കൊണ്ടുവരാനായിട്ട് നോക്കാം. അല്ലാതെ ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് എണ്ണം ചെയ്തിട്ട് വയ്യാതായിട്ട് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകരുത്. ഞാൻ ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്തതെന്ന് എനിക്ക് 5 എണ്ണം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പട്ടി കിതക്കണ പോലെയാണ് നമ്മൾ അണച്ചിരുന്നത്. കാരണം അത്രയും നമ്മളുടെ ബോഡി ഭയങ്കര വീക്കായിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതൊക്കെ കാരണം നമ്മളത് എന്നെക്കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചില്ല. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ വളരെ കുറച്ചെണ്ണം ചെയ്തു. പിന്നെ ഓട്ടോമാറ്റിക്കലി അത് കൂട്ടി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസായി. പിന്നെ ചിലർ നമ്മളുടെ ഓരോ ബോഡി പാർട്സ് മാത്രമായിട്ട് വെയിറ്റ് കുറക്കാനായിട്ട് നോക്കാറുണ്ട്. നമ്മുടെ കൈ മാത്രം വണ്ണം കുറക്കണം, കാല് മാത്രം വണ്ണം കുറക്കണം, വയറ് മാത്രം കുറക്കണം എന്നൊക്കെ. പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ മാത്രമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്താൽ നമുക്ക് റിസൾട്ട് വളരെ കുറവായിരിക്കും. എപ്പോഴും ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യാം. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെയൊന്നും നമ്മൾ ഒരിക്കലും വർക്കൗട്ട് ചെയ്യരുത്. കുറഞ്ഞത് ഒരു മണിക്കൂറിനെങ്കിലും ശേഷം മാത്രം വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ കണ്ടീഷൻ മോശമായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തൊരു എക്സസൈസും, ഇപ്പം ഞാൻ പറയുന്നതോ ഞാൻ ചെയ്യുന്നതോ അല്ല, വേറെ ഏതാണെങ്കിൽ പോലും നമ്മുടെ സ്വന്തം ബോഡിയും ഫിസിക്കൽ കണ്ടീഷനും മനസ്സിലാക്കി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെയോ ന്യൂട്രീഷൻ്റെയോ സഹായത്തോടു കൂടി മാത്രം വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനിന്നിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് എന്നോടൊപ്പം തന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. വരും ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. കാരണം ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ എടുക്കുന്നതും നമ്മൾ റെക്കോർഡ് എഡിറ്റ് ചെയ്തൊക്കെ ചെയ്യുന്നതൊക്കെ. ഞാനിന്നിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സ്റ്റാർട്ടിങ് ഒരു 10 മിനിറ്റ് നമ്മൾ വാമപ്പ് ചെയ്തു. ശേഷം ഓരോ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു. അത് തന്നെ റിപ്പീറ്റായിട്ട് ഒരു 4 സെറ്റാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഓരോ സെറ്റ് കഴിയുമ്പോഴും കുറച്ച് സെക്കൻഡ്സ് നമ്മൾ റെസ്റ്റ് എടുത്തിട്ടാണ് അടുത്ത സെക്ഷൻ ചെയ്യുന്നത്. ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്ന ആദ്യ ഡേയ്സിൽ ഞാൻ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയുള്ള സ്റ്റാൻഡിങ് എക്സസൈസാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. ഫ്ലോർ എക്സസൈസ് ഒന്നും തന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിലൊന്നും ചെയ്തിരുന്നില്ല. കാരണം എന്നെക്കൊണ്ടത് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു. വരും ദിവസങ്ങളിൽ നമ്മൾ ഓരോ എക്സസൈസും മാറ്റി അതോടൊപ്പം തന്നെ ഫ്ലോറും വയറിന് വേണ്ടിയിട്ടുള്ള അപ്പ് ഡൗണും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് നമുക്ക് വരും ദിവസങ്ങളിൽ കുറച്ചങ്ങോട്ട് പോട്ടെ. ഇപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ ഇതുപോലെ പയ്യൊക്കെ കുറച്ച് എണ്ണം ചെയ്താൽ മതിയാവും. അപ്പോൾ ഇനി വരുന്ന 23 ദിവസം, അതായത് സെപ്റ്റംബർ 3 വരെയുള്ള വർക്കൗട്ട്സും ഡയറ്റും എല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്ന നമ്മളെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തുകയും കൂടിയും വേണം. ഒരു കാരണവശാലും നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ മാത്രം, ഇപ്പോൾ നമുക്ക് നേരത്തെ അത് അറിയാൻ പറ്റുമല്ലോ, ഇന്ന് ഈ ദിവസം എനിക്കൊരു പരിപാടി ഉണ്ടെന്നുള്ളത്.
അപ്പോൾ നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും നമ്മൾ അതനുസരിച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലാണ് നമ്മൾക്ക് നമ്മുടെ റിസൾട്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ 21 ദിവസം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന 23 ദിവസമാണ്. ആ ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സാണ്. കാരണം എൻ്റെ ആദ്യത്തെ 21 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് ഡയറ്റ് തുടങ്ങിയ സമയത്ത് ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഇഷ്ടമുള്ളതൊന്നും തന്നെ കഴിക്കാൻ പറ്റുന്നില്ല. എല്ലാം നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു. പഞ്ചസാര ഇട്ടൊരു ചായ പോലും കുടിക്കാറുണ്ടായിരുന്നില്ല. ചായ കുടിക്കാം കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മധുരം ഇടാതെ കുടിക്കണമെങ്കിൽ കുടിക്കാം. പക്ഷെ എനിക്കത് ആ ശീലം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചായ സ്റ്റോപ്പ് ചെയ്തത്. ചായ നിർത്തിയത് കൊണ്ട് തന്നെ നമുക്ക് രാവിലെ നല്ല തലവേദന ആയിരിക്കും. എനിക്ക് അന്നത്തെ ദിവസം എൻ്റെ പോക്കായിരുന്നു. അതൊന്നും വകവെക്കാതെ അതിനെ മറികടക്കാൻ വേണ്ടി കുറച്ച് ദിവസം ഒന്ന് നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. ചായക്ക് പകരം രാവിലെ എഴുന്നേറ്റ് വന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഒരു കപ്പ്, സാധാരണ ഒരു 1/2 ലിറ്ററിനേലും കുറച്ച് ചെറുതാണ്, ആ കപ്പ് നിറച്ച് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ കുടിച്ചിരുന്നത്. അതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, വെറുതെ തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ചു. ആദ്യമൊക്കെ നമുക്ക് രാവിലെ തന്നെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നുന്ന ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം നല്ലൊരു റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മളതായിട്ട് അഡ്ജസ്റ്റായി വരും. അപ്പോൾ വർക്കൗട്ട് വീഡിയോയിൽ ഞാനൊരു 9 വർക്കൗട്ടാണ് ഇന്ന് ചെയ്തേക്കുന്നത്. ഞാൻ ഇന്ന് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 9 വർക്കൗട്ടും 4 സെറ്റ് വീതമാണ് ചെയ്തത്. ഒരെണ്ണത്തിൽ 30 എണ്ണം വീതമാണ് ചെയ്തത്. കാരണം ഞാനിപ്പോൾ ഇത്രയും നാളായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ല. ആദ്യമായിട്ട് ഇപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം വീതമുള്ള 2 സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം. നല്ല ഹെവി വെയിറ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ 5 എണ്ണത്തിൻ്റെ ഒരൊറ്റ സെറ്റ് ചെയ്താൽ മതിയാവും. ആദ്യം തന്നെ ഒരു 10 മിനിറ്റ് നമ്മുടെ വാമപ്പ് ചെയ്യുക. അതിന് ശേഷം ഈ 9 വർക്കൗട്ടും ഓരോന്ന് 5 എണ്ണോ അല്ലെങ്കിൽ 10 എണ്ണോ നിങ്ങളെ കൊണ്ട് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിക്ക് ചെയ്യാം. ലാസ്റ്റ് ഒരു 5 മിനിറ്റ് സ്ട്രെച്ചിങ് ചെയ്യാം. ഈ പറയുന്ന പോലെയാണ് നിങ്ങൾ ഇന്നത്തെ വർക്കൗട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ നിങ്ങൾക്കൊരു 25-30 മിനിറ്റിനുള്ളിൽ ഈ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. വർക്കൗട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് എന്തായാലും നിങ്ങൾ സ്ട്രെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും നാളെ രാവിലെ. കാരണം നമ്മളൊട്ടും തന്നെ വർക്കൗട്ടൊന്നും ചെയ്യാതിരിക്കുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും നല്ല പെയിൻ ഉണ്ടാവും. പെയിൻ ഉണ്ടെന്ന് കരുതി നമ്മൾ നെക്സ്റ്റ് ഡേ 2 നമ്മൾ വർക്കൗട്ട് ചെയ്യാതിരിക്കരുത്. എന്തായാലും വർക്കൗട്ടും ഡയറ്റും കൃത്യമായി ചെയ്ത് ഈ 23 ഡേയ്സ് നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. എന്തായാലും നമുക്ക് അതിൻ്റെ റിസൾട്ട് കണ്ട് തന്നെ മനസ്സിലാക്കാം. എൻ്റെ വെയിറ്റ് ലോസ് ജേർണി അറിയാനും ഈ 23 ഡേയ്സ് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് എങ്ങനെ മുന്നോട്ട് പോകുന്നു, റിസൾട്ട് എന്താണെന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവരും വെയിറ്റ് കുറക്കാൻ ആഗ്രഹമുള്ളവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.